ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടക്കും. ആദ്യഘട്ടം നവംബർ 6-നും രണ്ടാം ഘട്ടം 11-നും. വോട്ടെണ്ണൽ നവംബർ 14-ന്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഈ ഒരു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നായിരിക്കും എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊരു ഉത്തരമായിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടം നവംബർ 6-നും രണ്ടാം ഘട്ടം 11-നുമാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം വലിയ വിവാദങ്ങളൊക്കെ ബീഹാറിൽ ഉണ്ടായിരുന്നു. നാളെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഏതായാലും അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് 243 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്ക് നടക്കുന്നത്. ആദ്യഘട്ടം നവംബർ 6-ന് നടക്കും. രണ്ടാം ഘട്ടം നവംബർ 11-ന് നടക്കും. നവംബർ 14-നാണ് വോട്ടെണ്ണൽ നടക്കുക. ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നടക്കും. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം ഈ മാസം 10-ാം തീയതി നിലവിൽ വരും. രണ്ടാം ഘട്ടത്തിൻ്റെത് 13-നുമാണ് നിലവിൽ വരിക. പിന്നീട് ഒക്ടോബർ 17-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. എന്തായാലും ഈ വോട്ടർ പട്ടികയെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം 7,43,00,000 വോട്ടർമാരാണ് നിലവിൽ ബീഹാറിൽ ഉള്ളത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. ഇനിയും ഏതെങ്കിലും തരത്തിൽ ആരെയും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ല എന്നുള്ള കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യോഗ്യരായ ആരെയും ഒഴിവാക്കില്ല. പരാതികൾ നൽകാനുള്ള സംവിധാനം ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. SIR വഴി വോട്ടർ പട്ടിക പരിഷ്കരിച്ചിട്ടുണ്ട്. അതിനുശേഷം ബീഹാർ ഇത്തരത്തിലൊരു മാതൃകയാണ് കാണിച്ചു കൊടുത്തതെന്ന് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും വലിയ സുരക്ഷ ഇത്തവണ ബീഹാറിൽ ഒരുക്കും. കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നുള്ള കാര്യവും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. അടുത്ത ഒന്നുള്ളത് ഈ ബാലറ്റ് പേപ്പർ പോസ്റ്റൽ ബാലറ്റും അതുപോലെ തന്നെ ഈ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് പോളിംഗ് ഈ വോട്ടർ മെഷീനിലെ ആദ്യ 2 റൗണ്ട് വോട്ടുകൾ എണ്ണിത്തീരുന്നതിന് മുൻപ് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും എന്നുള്ളതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം. അതിന് പുറമെ ഈ വോട്ടർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ സാധാരണ നിലയിൽ പേരുകളാണ് ഉണ്ടാവുക. അതിനൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ ചിത്രവും കൂടി, കളർ ചിത്രം കൂടി ഇത്തവണ ഉൾപ്പെടുത്തുമെന്ന് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതാണ് 1200 വോട്ടർമാർ മാത്രമായിരിക്കും ഒരു പോളിംഗ് ബൂത്തിൽ ഉണ്ടാവുക എന്നുള്ളത് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാറിൽ നടക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ പോരാട്ടം എന്ന് പറയുന്നത് BJPയും BJP നേതൃത്വം നൽകുന്ന NDAയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും തമ്മിൽ തന്നെയാണ്. മഹാസഖ്യവും അതുപോലെ തന്നെ NDA സഖ്യവും തമ്മിലാണ് അവിടെ പോരാട്ടം നടക്കുന്നത്. ചില വലിയ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ കണ്ട ഒരു സ്ഥലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ JDU ഒപ്പം കൂടി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി. പിന്നീട് നിതീഷ് കുമാർ മഹാസഖ്യത്തോട് പിണങ്ങി വീണ്ടും NDAയ്ക്കൊപ്പം ചേർന്ന് അവിടെ NDAയുടെ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ NDA മുഖ്യമന്ത്രിയായാണ് നിതീഷ് കുമാർ അവിടെ ഉള്ളത്. ഏതായാലും വലിയ ഒരു ശക്തമായൊരു പോരാട്ടത്തിൻ്റെ വേദിയായി മാറും ബീഹാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു വേദിയാവും. കാരണം വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി അവിടെയുണ്ട്. മാത്രമല്ല ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ RJDയുടെ അധ്യക്ഷനും മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമൊക്കെയായ തേജസ്വി യാദവ് ചേർന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലൂടെയും കടന്നു പോകുന്ന വോട്ടർ അധികാർ യാത്രയടക്കം നടത്തി ബീഹാറിനെ ഇളക്കി മറിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബീഹാറിലേക്ക് എത്തിയിരുന്നു. വലിയ പ്രഖ്യാപനങ്ങളും പദ്ധതികളുടെയും ഒക്കെ ഉദ്ഘാടനങ്ങളും പ്രധാനമന്ത്രി അവിടെ നടത്തി. കൂടാതെ JDU സർക്കാരും കൂടുതൽ പ്രഖ്യാപനങ്ങളടക്കം നടത്തുന്നുണ്ട്. അങ്ങനെ അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഏതായാലും ഒരു വാശിയേറിയ തീവാർന്ന പോരാട്ടത്തിൽ തന്നെയായിരിക്കും ബീഹാർ ഇത്തവണ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. നവംബർ 6-നാണ് ആദ്യഘട്ടം നടക്കുക. 11-ന് രണ്ടാം ഘട്ടവും നവംബർ 14-നാണ് വോട്ടെണ്ണൽ. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.